ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ അടുത്തൊരു ദിവസം കൂടി അങ്ങനെ പോകുന്നു. നമ്മൾ രാവിലെ പുളിയൊക്കെ സെറ്റ് ചെയ്ത് ഉണക്കാൻ വെയിലത്ത് വെച്ച് പൊട്ടിച്ച് അപ്പം ഉച്ചത്തേക്ക് നമ്മൾ ഇന്ന് ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കി നോക്കാൻ പോവാന്ന് പറഞ്ഞതിന് കാരണം വെച്ചാൽ നമുക്ക് വലിയ ഐഡിയ ഇല്ല ഇതിനെക്കുറിച്ച്. നമ്മൾ കുറച്ച് നൂഡിൽസ് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ചിക്കൻ ഞങ്ങൾ ഞായറാഴ്ച യാദർച്ചയായിട്ട് മേടിച്ചു. അപ്പം അത് ഗ്രേവി വരട്ടി വറുക്കാൻ വെച്ചതാണ്. പക്ഷെ ആ പരിപാടി നടക്കാഞ്ഞുകൊണ്ട് ആ ചിക്കൻ വെച്ചിരിപ്പുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഉച്ചക്ക് അത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഹരീഷ്മ ക്യാരറ്റ് അരിയാണ് നൂഡിൽസിനകത്ത് ചേർക്കാൻ കുറച്ച് ക്യാരറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിത് ഇത്രയും ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇത് ഗ്രേവി ഓൾറെഡി ഞങ്ങൾ പെരട്ടി വെച്ചിരിക്കുമായിരുന്നു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതേ ചിക്കൻ തന്നെ നമ്മൾ എടുത്തേക്കുന്നത്. അത് നമ്മൾ കുക്കറിൽ ഇട്ടൊന്ന് ആവി കയറ്റി അത് ബോൺലെസ് ആക്കണം. കാരണം നൂഡിൽസിൻ്റെ കൂടെ മിക്സ് കഴിക്കുമ്പം എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്കിത് ഒന്ന് ആവി നല്ലോണം വേവിച്ചിട്ട് അതിനകത്ത് നിന്ന് എല്ല് ഊരിയെടുക്കാം. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാണ് ചിക്കൻ വേവിച്ചെടുക്കാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്രേവി ഉരുട്ടി വെച്ചപ്പോൾ കുറച്ച് ഉപ്പ് കൂടിപ്പോയി. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിയുമ്പോൾ ആ ഗ്രേവി ആ വെള്ളം അങ്ങ് കളഞ്ഞ് കഴിയുമ്പോൾ ആ ഉപ്പ് അതിനകത്ത് നിന്ന് പൊക്കോളും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. കാരണം എല്ല് അതിനകത്തുനിന്ന് ഊരിപ്പോരാൻ വേണ്ടിയിട്ട് അതിനാണ് ഇങ്ങനെ വേവിച്ചിട്ട് ചെയ്യുന്നത്. ചിക്കൻ ഇവിടെ വേകുന്ന സമയത്ത് നമുക്ക് ഈ നൂഡിൽസ് വേവിച്ചെടുക്കാം. അത് കുറച്ച് എടുക്കുന്നുള്ളൂ. കാരണം ചീറ്റിപ്പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. പരീക്ഷണമാണ്. ഞാൻ പറഞ്ഞ നേരത്തെ ഉപ്പുമുളക് പുരട്ടി വെച്ച ചിക്കൻ ആയിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ മുളക് പുരട്ടുന്ന സമയത്ത് ഉപ്പിടാൻ മറന്നുപോയി. അപ്പൊ രണ്ടാമത് ഞാൻ ഉപ്പ് കലക്കി ചേർത്തപ്പം കുറച്ച് ഉപ്പ് കൂടിപ്പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം ചേർത്ത് ഇത് ഞാൻ വേവിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമോന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ എന്തായാലും നമ്മുടെ മൊത്തത്തിലൊരു പരീക്ഷണമാണ്. അപ്പൊ കുളം ആയി കഴിഞ്ഞാൽ കുറച്ചല്ലേ കുളമാവെന്ന് ഓർത്താണ് നമ്മൾ കുറച്ചെടുത്തേക്കുന്നത്. അപ്പൊ നമ്മുടെ ചിക്കൻ വെന്തു, നൂഡിൽസ് ഏകദേശം വെന്തു. ഇതൊന്ന് തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിനകത്ത് നിന്ന് ഇതിന്റെ എല്ല് പിടിച്ചെടുക്കാനായിട്ട്. നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഉപ്പിട്ടെടുക്കാം അല്ലേ? ഇപ്പൊ ഇടണ്ട, ഇത് നോക്കിയിട്ടിടാം. അപ്പൊ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം തൽക്കാലം. അപ്പൊ നമ്മുടെ നൂഡിൽസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം തോരാൻ വേണ്ടിട്ട് മാറ്റി വെക്കാം. നമ്മുടെ ചിക്കൻ്റെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തുനിന്ന് ചിക്കൻ്റെ എല്ല് മാത്രം മാറ്റാൻ പോവാണ്. അല്ല, ദശ മാറ്റിയെടുത്തിട്ട് എല്ല് കളയാൻ പോവാണ്. കുറച്ച് ചൂടുണ്ട്. നമുക്ക് പതുക്കെ നൂഡിൽസ് വെള്ളം മാറി തണുത്ത് കെട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ വിജയകരമായിട്ട് നമ്മുടെ ചിക്കനകത്തുനിന്ന് എല്ല് ഊരി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഉപ്പും പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഉപ്പ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പൊ അത് വെള്ളം ഊറ്റി കളഞ്ഞപ്പോൾ ആ ഉപ്പ് അതിൻ്റെ കൂടെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് ക്യാരറ്റ് വാട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ഇതും ഇട്ട് വറുത്തെടുക്കാം. ചിക്കനും കൂടി വെന്തോണ്ട് ഇനി ഒത്തിരി വറുക്കണ്ട. നമ്മളിപ്പോ നല്ലോണം വേവിച്ചത് കൊണ്ട് ഒത്തിരി വറുക്കണമെന്നില്ല. എണ്ണ ഒഴിച്ച് ഇനി എണ്ണ ചൂടായി വരാൻ നമുക്ക് ചിക്കൻ ഇടാം. ചിക്കനും ഈ ക്യാരറ്റ് ഏകദേശം സെയിം ആയിട്ട് അങ്ങ് ഇടുവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ചിക്കൻ നല്ലോണം വേവിച്ചെടുത്തോണ്ട് പിന്നെ അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ക്യാരറ്റാണ് കൂടുതൽ നേരം കിടക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് ഒത്തിരി വാടിപ്പോവും. നമ്മൾ ചിക്കൻ ഇടുന്ന കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ക്യാരറ്റ് ഇടുക. അപ്പം നമ്മുടെ ചിക്കൻ കുറച്ചൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ക്യാരറ്റും കൂടി ഇട്ട് ഇതിന് നന്നായിട്ട് അത്യാവശ്യം ഒരു ഫ്രൈ അല്ല, ഒരു മീഡിയം ലെവലൊന്ന് വെന്ത് വരുമ്പോൾ, എന്തല്ല ഒരു ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതും കൂടി ചേർക്കാം. എന്നാ പറയേണ്ടതൊന്നും അറിയത്തില്ല. കാരണം നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് പരീക്ഷണമാണ്. നമ്മളിത് എങ്ങും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ചിക്കൻ നൂഡിൽസ് ഉണ്ട്, അതല്ല പറഞ്ഞത്. നമ്മളിതിങ്ങനെ ഒരു ഐഡിയ വെച്ചങ്ങ് ഉണ്ടാക്കുക. ചിക്കൻ പറഞ്ഞു എന്തായാലും ചിക്കനും വെന്തു, ഇതും വെന്തു, കുറച്ച് മസാലകളൊക്കെ മാത്രല്ല ഇതിപ്പോ പാളിപ്പോയ ചിക്കൻ വെച്ചിട്ടുണ്ടാക്കേണ്ട ഒരു പരിപാടിയാണ്. ഉപ്പ് കൂടിപ്പോയി. അപ്പൊ മൊത്തത്തിൽ ഒരു പാളിയ ചിക്കൻ ആണെങ്കിൽ നമുക്ക് നോർമൽ പച്ച ചിക്കൻ കൈ കിട്ടിയത് വെച്ചാൽ പിന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോ ഇങ്ങനെ വെച്ചാൽ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. ഫ്ലോപ്പ് ആവുക നന്നാവുക അറിയില്ല. നമ്മുടെ ചിക്കൻ അത്യാവശ്യം ഒരു ഫ്രൈ എന്നല്ല, ഒരു ഹാഫ് അല്ലെ, പകുതി ഫ്രൈ ആക്കിയിട്ടുണ്ട്.
അപ്പൊ നമ്മളിത് പിന്നെ നമ്മൾ ഇച്ചിരി പൊടിച്ചാ എടുക്കുക കുറച്ച് ആയതുകൊണ്ട് പൊടിച്ചെടുക്കുന്നത്. കാരണം പൊടിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. കഷ്ണം കഷ്ണമായിട്ട് ഇതിനകത്തിരിക്കുന്നതിനേക്കാളും ശരിക്കും നമുക്ക് മറ്റേതിനകത്ത് കഷ്ണമായിട്ടാണ് കിട്ടണത്. ഒറിജിനൽ ചിക്കൻ നൂഡിൽസും ഇതുമായിട്ട് കമ്പയർ ചെയ്യരുത്. അത് ഇതാണ് ഞങ്ങൾക്ക് പിന്നെ ഇതാ ഇഷ്ടം. അതെ, നമ്മുടെ നൂഡിൽസ് അതിനകത്തോട്ട് ഇടുക. നമുക്ക് നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യാം. ഇതിനകത്ത് പിന്നെ മസാലയൊന്നും നമ്മൾ എക്സ്ട്രാ ചേർത്തില്ല. കാരണം ഓൾറെഡി ചിക്കൻ ഞാൻ പറഞ്ഞായിരുന്നു മസാല പുരട്ടി വെച്ചതാണ്. അതുകൊണ്ട് തന്നെ മസാല ഇടുന്നില്ല. അവസാനം ഒരു ഇച്ചിരി കുരുമുളക് പൊടിച്ചത് ഇടുന്നുണ്ട്. നല്ല ബിരിയാണി ക്ലിക്കായില്ല. സംഭവം എന്തേ, നമ്മൾ ഉണ്ടാക്കി വന്നപ്പം ചിക്കൻ ബിരിയാണിയുടെ ഒരു ലുക്ക് വരുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അവസാന സംഭവം കുരുമുളക് പൊടിച്ചത് ലാസ്റ്റിന്റെ മേലോട്ട് അങ്ങ് ഇടുവാണ്. ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് ഓഫ് ചെയ്യാം. അടച്ചു വെച്ചിട്ട് ചിക്കൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് കഴിച്ചു നോക്കാൻ പോവാണ്. അപ്പം അത്യാവശ്യം വലിയ കുഴപ്പമില്ലെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഉപ്പ് എന്തായാലും പോയിട്ടുള്ളൂ. അങ്ങനെയുണ്ടോ? തിന്നട്ടെ. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. വേറെ ഒന്നും ഇട്ടിട്ടില്ല, കുരുമുളക് മാത്രമേ ഇച്ചിരി ചിക്കൻ വേവിച്ച് വറുത്ത് ഉണ്ടാക്കിക്കൊണ്ടും അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. എന്നുവെച്ചാൽ മസാലയുടെ ഒരു കൂട്ടിന്റെ ഒരു കുറവ് ഉണ്ട്. കാരണം നമ്മൾ വെള്ളം ഒഴിച്ച് കളഞ്ഞായിരുന്നു. പക്ഷെ വലിയ കുഴപ്പം, ടേസ്റ്റ് വലിയ മടുപ്പൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പും മറ്റത് പോയി കേട്ടോ, നല്ലോണം പോയി. ഉപ്പ് നല്ല ഉപ്പുള്ളൂ. ഇപ്പം കറക്റ്റ് ഉപ്പായി. നമ്മൾ അങ്ങനെ വെള്ളം കളഞ്ഞു, കുറച്ച് വെള്ളത്തിൽ ഇട്ട് വേവിച്ച് കളഞ്ഞുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല. എന്നാലും കുഴപ്പമില്ല. അവസാനം കുരുമുളക് ഇട്ടുകൊണ്ട് അതുകൊണ്ട് ഓക്കെ. അപ്പൊ എന്തായാലും കൊള്ളാം, മോശം പറയാൻ പറ്റില്ല. എന്നാലും നല്ല സാധനം തന്നെ, വലിയ കുഴപ്പമില്ല, നല്ലതാണ്. ചിക്കൻ നൂഡിൽസ് എങ്ങനെയല്ല, എന്നാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 1-2 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാലും മടുക്കത്തില്ല. ടേസ്റ്റ് ഉണ്ട്. ഫ്രഷ് ചിക്കൻ വെച്ചാൽ മസാല ഒക്കെ ഇടുകയാണെങ്കിൽ ആ മസാല ടേസ്റ്റും കൂടെ വരും. അപ്പൊ ഇതിനകത്ത് നമുക്ക് മസാല ടേസ്റ്റ് ഒന്നും ഇല്ല. കാരണം നമ്മൾ ഓൾറെഡി വേവിച്ച് കഴുകി കളഞ്ഞു. കഴിയല്ല, വേവിച്ച് വെള്ളം കളഞ്ഞു. ചെറുതായിട്ടുണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ നമ്മളെ ഉച്ചക്ക് ചിക്കൻ നൂഡിൽസ് കഴിച്ചു. വൈകുന്നേരം ഇനി ഫിഷിങ്ങിനൊക്കെ പോകണം. അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.